Hello everyone and welcome back to my YouTube channel Digital Diaries of Lena. ഒരുപാട് പേരുടെ ഒരു കൺസേൺ ആണ് പ്ലസ് ടുവിൽ മാർക്ക് കുറഞ്ഞവർക്ക് കേരളത്തിൽ BSc നഴ്സിംഗിന് അഡ്മിഷൻ കിട്ടുമോ എന്നുള്ളത്. അപ്പൊ അതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പൊ കേരളത്തിൽ BSc നഴ്സിംഗിന്റെ അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ വിവിധ വെബ്സൈറ്റുകളിലൂടെയാണ് നടക്കുന്നത്. ഒന്നാണ് LBS, അടുത്തയാണ് PNC MAC, അടുത്തയാണ് CPAS, AMCS, FNCK. അപ്പൊ ഇത്രയും വെബ്സൈറ്റുകളുണ്ട് നമുക്ക് കേരളത്തിൽ BSc നഴ്സിംഗിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ മാർക്ക് കുറഞ്ഞവർ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ എല്ലാ വെബ്സൈറ്റിലും അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. എന്തുമായാലും നിങ്ങൾ എല്ലാ വെബ്സൈറ്റിലും അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള സ്കോപ്പ് വളരെയധികം കൂടുതലാണ്. പിന്നെ നമുക്ക് മാർക്ക് കുറഞ്ഞവർക്ക് എത്രത്തോളം കിട്ടും എന്നുള്ളതെല്ലാം നിർണ്ണയിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലസ് ടുവിന്റെ റിസൾട്ട് ഇത്തവണത്തെ കോമ്പറ്റീഷനുമാണ്. ഇത്തവണ എക്സാം പാടായിരുന്നുണ്ടെങ്കിലും നമുക്ക് അതുകൊണ്ട് കോമ്പറ്റീഷൻ കുറയും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം നീറ്റ് റിപ്പീറ്റേഴ്സ് എല്ലാം കാണും. അതുകൊണ്ട് തന്നെ റാങ്ക് ലിസ്റ്റ് വന്നാലേ നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റത്തുള്ളൂ. മാർക്ക് കുറഞ്ഞവർ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ എല്ലാ വെബ്സൈറ്റിലും അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ മാക്സിമം നമ്പർ ഓഫ് കോളേജസ് കൊടുക്കുക. നമ്മൾ കുറച്ച് കോളേജസ് മാത്രം കൊടുക്കാതെ INC അഫിലിയേഷൻ ഉള്ള എല്ലാ കോളേജസും നിങ്ങൾ വെക്കുക. BSc ആണെങ്കിൽ നമുക്ക് ഇത്ര നമ്പർ ഓഫ് കോളേജസ് എന്നില്ല, നമുക്ക് എത്ര നമ്പർ ഓഫ് കോളേജസ് വേണമെങ്കിലും നമുക്ക് വെക്കാവുന്നത്. മാക്സിമം നമ്പർ ഓഫ് കോളേജസ് വെക്കുക. അതേപോലെ ഇനി PMC മാക്കിലായാലും മാക്സിമം ലിമിറ്റ് എത്രയാണോ അത്രയും നമ്പർ ഓഫ് കോളേജസ് വെക്കുക. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ റിസർവേഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് റിസർവേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞാലും കിട്ടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. ഇപ്പൊ LBS ആണെങ്കിൽ തന്നെ SC STക്ക് നല്ല റിസർവേഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ OEC വിഭാഗത്തിന് നല്ല റിസർവേഷൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ റിസർവേഷൻ കാറ്റഗറിയിലാണ് ഇൻക്ലൂഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സും ഡോക്യുമെന്റ്സും എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ മാർക്ക് കുറഞ്ഞാലും ഒരു കോളേജിൽ അലോട്ട്മെന്റ് കിട്ടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. LBS പ്രൈവറ്റ് കോളേജസിന്റെ അതേ ഫീസാണ് PNC മാക്കിലും അതേപോലെ തന്നെ AMCS FNCKയിലും വരുന്നത്. ഫീസിലൊന്നും വ്യത്യാസമൊന്നും വരുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം നമ്പർ ഓഫ് കോളേജസിൽ അപ്ലൈ ചെയ്യുക. അതേപോലെ ഈ എല്ലാ വെബ്സൈറ്റുകളിലും നിങ്ങൾ അപ്ലൈ ചെയ്യുക. പിന്നെ റിസർവേഷൻസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം കറക്റ്റ് ആയിട്ട് കൊടുക്കുക. പിന്നെ NRI കോട്ടയ്ക്കും നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് NRI കോട്ടയ്ക്ക് നിങ്ങൾ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്പൊ ഒബ്വിയസ്ലി നിങ്ങൾക്ക് കേരളത്തിൽ തന്നെ BSc നഴ്സിംഗിന് അഡ്മിഷൻ കിട്ടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലായി. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.